ആ സൂര്യന് ഭൂമിയോട് തോന്നുന്ന പ്രണയത്തിൽ നിന്നാണ് എന്റെ ശബ്ദമുണ്ടാകുന്നത്. ആ സൂര്യനാണ് ഭാരതത്തിൽ ആദ്യം പ്രാർത്ഥിച്ച ദൈവം. ആ സൂര്യൻ ഈ ഭൂമിയിലുള്ള എല്ലാ രാജ്യത്തിലും എല്ലാ മനുഷ്യർക്കും എല്ലാ പാർട്ടിക്കാർക്കും ഒറ്റ സൂര്യനാണ്. അതാണ് വസുധൈവ കുടുംബകം എന്ന ഭാരതം പറഞ്ഞത്. ഒറ്റ സൂര്യനാണ്. ആ സൂര്യനെയാണ് നമ്മുടെ ഭാരതം ആദ്യം പ്രാർത്ഥിച്ചത്. ഓം നമഃശിവായ, ഓം നാരായണായ എന്നല്ല. ആദ്യത്തെ പ്രാർത്ഥന പത്മതീർത്ഥമേ ഉണരൂ, മാനസ പത്മതീർത്ഥമേ ഉണരൂ, അഗ്നിരഥത്തിലുദിക്കുമുഷസ്സിൻ അർഘ്യം നൽകൂ, ഗന്ധർവ സ്വരഗംഗയൊഴുകൂ, ഗായത്രികൾ പാടൂ. ഓം സത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. സൂര്യഗായത്രി. സൂര്യനെയാണ് ആദ്യം പ്രാർത്ഥിച്ചത്. എന്താണത്? അർഘ്യം കൊടുത്തിട്ട്. സൂര്യന് അർഘ്യം സ്വീകരിക്കുക. അതിഥിയെ സ്വീകരിക്കുന്നത് കാല് കഴുകാൻ വെള്ളം കൊടുക്കുക, കുടിക്കാൻ വെള്ളം കൊടുക്കുക. അതാണ് സ്വീകരണം. മനസ്സിലായോ? സൂര്യനെ സ്വീകരിക്കുന്നത് ഓം എന്ന് കേട്ടാൽ എന്താ? ഓം എന്ന് കേട്ടാൽ ഏതൊക്കെ ഒരു മതത്തിന്റെ മന്ത്രമാണെന്ന് ആരും തെറ്റിദ്ധരിച്ചു പോലെ. ഹിന്ദുമതം ഉണ്ടാകുന്നതിന് മുമ്പ് ഓം എന്ന മന്ത്രമുണ്ട്. ഓം എന്ന മന്ത്രം പ്രകൃതിയുടെ 3 നിയമങ്ങളാ. ഭാരതത്തില് 3ആണല്ലോ വിശിഷ്ട നമ്പർ. തൊട്ട് തലയിൽ വെക്കുക 3, അമ്പലം ചുറ്റുക 3, കല്യാണ പെണ്ണിന്റെ കയ്യും പിടിച്ചിട്ട് ദീപം വലം വെക്കുന്ന 3, മരിച്ചിട്ട് കുഴിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ 3 പ്രാവശ്യം ആട്ടും ഞങ്ങളുടെ നാട്ടിൽ. എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? ജനനം, ജീവിതം, മരണം. ജനനം ആ ഊ അം കൂട്ടി വായിച്ച ഓം. ജനനം, ജീവിതം, മരണം. അതാണ് ജനിച്ചു, ജീവിച്ചു, ഇതാ മരിച്ചു പോന്ന. അതാണ് 3 പ്രാവശ്യം ആട്ടിയിട്ട് കൊണ്ടുവന്നത്. അതാണ്